ചാമ്പ്യൻസ് ലീഗിലെ നിർണായകമായ രണ്ടാം ലെഗ് പ്ലേ ഓഫിന് മുന്നോടിയായിട്ട് മാൻ സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോള നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് 1% സാധ്യത മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാൻ. അദ്ദേഹം ആ കാര്യം അന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന അതൊരു മൈൻഡ് ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്നായിരുന്നു. പക്ഷേ സത്യാവസ്ഥ അത് തന്നെയായിരുന്നു. അത്രയ്ക്കും ആധിപത്യത്തോടെ, സമഗ്ര ആധിപത്യത്തോടെയുള്ള ഒരു വിജയമാണ് റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബെർണാബ്യുവിൽ മാൻ സിറ്റിക്കെതിരെ സ്വന്തമാക്കിയത്. തുടക്കം മുതൽ അറ്റാക്ക് ചെയ്ത് കളിച്ചു. 4-ാം മിനിറ്റിൽ തന്നെ എംബാപ്പെ സ്കോർ ചെയ്തു. അതോടുകൂടി തന്നെ റയൽ ഏതാണ്ട് കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു മത്സരം എന്ന് പറയേണ്ടി വരും. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സിറ്റി തുടക്കം മുതൽ അറ്റാക്ക് ചെയ്യും. കാരണം അവർക്കൊരു ഡെഫിസിറ്റ് ഉണ്ട്, ഒരു ഗോളിന്റെ. അപ്പം സ്വാഭാവികമായിട്ട് റയൽ കുറച്ചൊന്ന് ഡിഫൻസിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത ഉണ്ട് തുടക്കത്തിൽ. അപ്പോൾ സിറ്റി തുടരെ അറ്റാക്കുകളൊക്കെ നടത്തി ആദ്യം തന്നെ ഒരു ഗോൾ നേടാനുള്ള ശ്രമം നടത്തുന്നതായിരുന്നു. പക്ഷേ നമ്മളെല്ലാം വിസ്മയിപ്പിക്കുന്ന രീതിയിൽ കാർലോ ആൻസലോട്ടി ശരിക്കും ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ, ഒരു പോസിറ്റീവ് ഫുട്ബോളാണ് ടീമിനെ കൊണ്ട് കളിപ്പിച്ചത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് വഴിയാണ് മാൻ സിറ്റിയെ റയൽ മാഡ്രിഡ് മറികടന്നത്. പക്ഷേ ഈ സീസണിൽ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെച്ചാണ് വിജയം നേടിയത്. എംബാപ്പയ്ക്ക് ഒരു ഫുൾ ക്രെഡിറ്റും കൊടുക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഹാട്രിക്ക് റയൽ മാഡ്രിഡ് കരിയറിലെ രണ്ടാമത്തെ ഹാട്രിക്കാണ്. ഇതുവരെ ഇപ്പോൾ 28 ഗോളുകളാണ് ഈ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി എംബാപ്പെ നേടിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ മാത്രം 7 ഗോളുകൾ എംബാപ്പെ സ്കോർ ചെയ്തു. എംബാപ്പയുടെ 3 ഗോളുകളും അദ്ദേഹത്തിന്റെ മികച്ച ഫിനിഷിങ്ങുകളുടെ ഒരു എക്സാമ്പിൾ തന്നെയായിരുന്നു. ആദ്യ ഗോളാണെങ്കിൽ അസൻസിയോയ്ക്കും ഒരു ബിഗ് ക്രെഡിറ്റ് ഉണ്ട്. കാരണം അസൻസിയോയുടെ ഒരു മനോഹരമായ ലോങ് ബോൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി ജഡ്ജ് ചെയ്ത് എംബാപ്പയുടെ റണ്ണ്, പിന്നീട് മികച്ചൊരു ഫിനിഷ്. പിന്നെ രണ്ടാമത്തെ ഗോളാണെങ്കിൽ എംബാപ്പയുടേത് ഒരു ടീം ഗോളിന്റെ റിസൾട്ടായിരുന്നു. കാരണം ആ നീക്കത്തിന് തുടക്കമിട്ടത് വാൽവെർദെ ആയിരുന്നു. പിന്നീട് അത് ബെല്ലിംഗാമിൽ എത്തുന്നു. ബെല്ലിംഗാമിൽ നിന്ന് വിനീഷ്യസിലേക്ക്, വിനീഷ്യസിൽ നിന്ന് റോഡ്രിഗോയിൽ നിന്നാണ് അവസാനം പന്ത് എംബാപ്പയ്ക്ക് ലഭിക്കുന്നത്. പിന്നെ എംബാപ്പെ മികച്ച രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഗോളാണെങ്കിൽ എംബാപ്പയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിന്റെ എക്സാമ്പിൾ ആയിരുന്നു. ആ ഒരു ഗോളിന് അസിസ്റ്റ് നൽകിയത് വാൽവെർദെ ആയിരുന്നു. വാൽവെർദയുടെ ഒരു പെർഫോമൻസ് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ഹീറോ എന്നൊക്കെ പറയാൻ പറ്റുന്ന, ഒരു അൺസങ് ഹീറോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് വാൽവെർദെ. വാൽവെർദെ ബേസിക്കലി ഒരു മിഡ്ഫീൽഡറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം ഇപ്പം റൈറ്റ് ബാക്കിന്റെ റോളാണ് കളിച്ചത്. കാരണം ടീമിന്റെ അത്യാവശ്യ സാഹചര്യം മനസ്സിലാക്കി കാർലോ ആൻസലോട്ടി അങ്ങനെ ഒരു ജോബ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. മനോഹരമായിട്ട് തന്നെ ആ ഒരു ജോബിൽ റൈറ്റ് ഫ്ലാങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഡിഫെൻസീവ് ആണെങ്കിലും ഒഫെൻസീവ് ആണെങ്കിലും അത് ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ വാൽവെർദെ കളിച്ചു എന്നുള്ളതാണ്. ഒരു ഗോളിന് അസിസ്റ്റ് നൽകി, മികച്ച ടാക്കിളുകൾ ഉണ്ടായിരുന്നു, ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ശരിക്കും കമാൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു വാൽവെർദെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ വാസ്കോസ് ഒക്കെ ആ റോളിൽ എത്രത്തോളം ഫ്ലോപ്പ് ആണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ക്രൈസിസ് മാനേജറായി വന്നിട്ടാണ് വാൽവെർദെ ടീമിനെ ആ ഒരു വിജയത്തിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞു. പിന്നെ അസൻസിയോയുടെ പെർഫോമൻസ് സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിൽ അതും കമൻറ്റബിൾ തന്നെയാണ്. ഓരോ മത്സരം കഴിയും തോറും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റയൽ മാഡ്രിഡിന്റെ യങ് ടാലൻ്റായ അസൻസിയോ. പിന്നെ റൂഡിഗറുടെ ഒരു സാന്നിധ്യം വളരെ ഗുണം ചെയ്തു. കാരണം റൂഡിഗർ തിരിച്ചു വന്നത് മൊത്തത്തിൽ റയൽ മാഡ്രിഡ് ഡിഫൻസിന് അത് ഗുണം ചെയ്തു. സാധാരണഗതിയിൽ വലിയ മത്സരങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്, പല വമ്പൻ മത്സരങ്ങളും റയൽ മാഡ്രിഡ് ഡിഫൻസ് എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ അങ്ങനെ ഉണ്ടായില്ല. മിഡിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കമാൻഡിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ റയൽ മാഡ്രിഡിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം സെബയോസ് ആണെങ്കിലും എല്ലാവരും ഒരു വർക്ക് ചെയ്ത ഒരു ടീം വർക്കിന്റെ റിസൾട്ട് കൂടിയാണ്. എംബാപ്പയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനൊപ്പം തന്നെ ഒരു ടീം വർക്കിന്റെ റിസൾട്ട് കൂടിയാണ്. പിന്നെ എംബാപ്പെ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എംബാപ്പെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു പ്ലെയറാണ്. റയൽ മാഡ്രിഡിൽ എത്തിയപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിന് പറ്റിയൊരു താരമല്ല, അദ്ദേഹം സെൽഫിഷ് പ്ലേ ആണ്, അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എംബാപ്പയ്ക്ക് വേണ്ട രീതിയിൽ റയൽ മാഡ്രിഡിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഹസാർഡായിട്ട് എംബാപ്പെ മാറുമോ എന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. എന്തായാലും വിമർശകരുടെ വായടപ്പിക്കുന്ന ഒരു പ്രകടനമാണ് എംബാപ്പെ പുറത്തെടുത്തിരിക്കുന്നത്. ഇപ്പം എംബാപ്പെ ഒരുപാട് മാറുന്നതായി നമുക്ക് തോന്നുന്നു. കാരണം ഒരു ടീം മാനായിട്ട് എംബാപ്പെ മാറുന്നു, ഒരു ക്രിയേറ്ററായിട്ട് മാറുന്നു. ഇപ്പം ഈ ഒരു മത്സരത്തിൽ തന്നെ എംബാപ്പെ മൊത്തം 7 ഷോട്ട് അടിച്ചു. അതിലിപ്പം 2 ഗോളുകളൂടെ നേടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഒന്ന് എഡേഴ്സൺ നല്ലൊരു സേവിലൂടെ ഇല്ലാതാക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അത് കൂടാതെ തന്നെ എംബാപ്പയുടെ ഭാഗത്ത് നിന്ന് വിനീഷ്യസിന് ഗോൾ അടിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തുന്ന ഒരു മികച്ച നീക്കമായിരുന്നു. പക്ഷെ വിനീഷ്യസിന് അത് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അത് എംബാപ്പയുടെ ഒരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എംബാപ്പെ കുറച്ചും കൂടി ഒരു ടീം മാൻ ആയിട്ട് മാറുന്നു. എന്താണോ സാഹചര്യം അതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു റയൽ മാഡ്രിഡ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് കളിക്കാൻ എംബാപ്പയ്ക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം മത്സരശേഷം പറയുകയും ചെയ്തു, കാരണം ടീമിന് വേണ്ടി ചരിത്രം രചിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ടീം അംഗങ്ങൾക്കൊപ്പം റയൽ മാഡ്രിഡിന് വേണ്ടി ചരിത്രം രചിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് എംബാപ്പെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എംബാപ്പയുടെ ആ ഒരു മാറ്റം എല്ലാ റയൽ മാഡ്രിഡ് ആരാധകർക്കും വലിയ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും മാൻ സിറ്റിക്കെതിരെ ഒരു നിർണായക വിജയം നേടി റയൽ മാഡ്രിഡ് റൗണ്ട് ഓഫ് 16 എത്തിയിരിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് ഇല്ലാതെ എന്ത് ആഘോഷം എന്നുള്ള ഒരു രീതിയിലാണല്ലോ നമ്മളെല്ലാവരും പറയാറ്. അപ്പോൾ എന്തായാലും റയൽ മാഡ്രിഡ് ഇത്തവണയും ചാമ്പ്യൻസ് ലീഗിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പം ഒരു വസ്തുത. പിന്നെ മാൻ സിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അവരുടെ പുതിയ താരങ്ങളൊക്കെ പ്രോമിസിംഗ് ആണ്. പക്ഷേ അവർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഡിഫൻസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഴയ ടെമ്പോ ഇല്ല. അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഇനിയും മാൻ സിറ്റിക്ക് ആവശ്യമായി വരും. കാരണം ഈ സീസൺ
സീസൺ ആ രീതിയിൽ തന്നെ പെപ് ഗാർഡിയോള അതിനെ സമീപിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.